അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ സഹോദരങ്ങളെ, വിധവയായ ഒരു സഹോദരിയും ഒരു മകനും ഒരു ഇടുങ്ങിയ വളരെ സൗകര്യം കുറഞ്ഞ ഒരു കോട്ടേഴ്സിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവരുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. വളരെ പ്രയാസപ്പെട്ടാണ് ആ കുടുംബം ഇന്നിപ്പോൾ ജീവിച്ചു പോകുന്നത്. ചുമരട്ടി തൊഴിലാളിയായ ഈ സഹോദരിയുടെ ഭർത്താവ് 4 വർഷം മുന്നേ പെട്ടെന്ന് മരണപ്പെട്ടതാണ്. ദൈനംദിന ചെലവിനുള്ള വരുമാന മാർഗത്തിനും ഏറെ പ്രയാസപ്പെടുകയും വീടിൻ്റെ വാടകയ്ക്കും മകൻ്റെ പഠന ചെലവിനും മരുന്നിനും ഏറെ പ്രയാസപ്പെട്ടപ്പോൾ തൊട്ടടുത്ത വീടുകളിലെല്ലാം വല്ലപ്പോഴും കിട്ടുന്ന വീട്ടുജോലിക്ക് പോയിട്ടാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. വാടക എന്ന പ്രയാസം ഈ കുടുംബത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഈ സഹോദരിക്കൊരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ നല്ലവരായ സുമനസ്സുകൾ ഒരുമിച്ചപ്പോൾ കുറച്ച് പണം സ്വരൂപിക്കാൻ സാധിക്കുകയും ഈ സഹോദരി സമ്പാദിച്ച കുറച്ച് പണവും കൂട്ടിച്ചേർത്തപ്പോൾ ഒരു 3 സെൻറ്റ് സ്ഥലം സ്വന്തമാക്കാൻ ഈ സഹോദരിക്ക് സാധ്യമായി. ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഒരു വീടിൻ്റെ പണി സ്ട്രക്ചർ വരെ പൂർത്തിയായി കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇനി അതിൻ്റെ പണി പൂർത്തിയാക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, സർക്കാരിൻ്റെ ഫണ്ട് ലഭിച്ചാൽ ഒരു വീട്, ഒരു 550 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പൂർണ്ണമാക്കാൻ സാധ്യമാവില്ല എന്ന്. അവരുടെ വീട് പൂർണ്ണമാവണമെങ്കിൽ 4 ലക്ഷം രൂപയാണ് ഇവർക്ക് ഇനി ആവശ്യമായി വരുന്നത്. എല്ലാ ആധുനിക സൗകര്യങ്ങളും കൂടി താമസിക്കുന്ന നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ വിധവയായ ഉമ്മാക്കും മകനും താമസിക്കാൻ സുരക്ഷിതമായ ഒരു ഭവനം പൂർത്തിയാവും. അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് എന്ന അനുഗ്രഹത്തിൽ നിന്ന് ഒരു വിഹിതം ഈ സാധു കുടുംബത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറായാൽ അള്ളാഹുവിൻ്റെ അപാരമായ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന് ഒരു ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധ്യമാവും. പൂർണ്ണമായി ഏറ്റെടുക്കാൻ സാധിക്കുമെങ്കിൽ അത് പൂർണ്ണമായി ഏറ്റെടുക്കുകയും അതല്ലെങ്കിൽ ഭാഗികമായോ അല്ലെങ്കിൽ നിങ്ങൾ കഴിയുന്ന എന്തെങ്കിലും ഒരു വിഹിതം നൽകി ഈ കുടുംബത്തിൻ്റെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.